അന്താരാഷ്ട്ര പിന്തുണയില്ലെങ്കിലും യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇസ്രായേലിനെ വിമർശിക്കുകയായിരുന്നു. മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, പാവപ്പെട്ടവരെ കൊലപ്പെടുത്തുന്നു, നിരപരാധികളും കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ ജോ ബൈഡൻ്റെ പ്രസ്താവന ഇസ്രായേലിന് ശരിക്കും കണക്കിനേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ കടൽവെള്ളം അടിച്ച് കയറ്റി തുടങ്ങിയെന്നും റിപ്പോർട്ട് വരുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് പറയൂ പി ജെയിംസ്. യഥാർത്ഥത്തിൽ ഇസ്രായേല് ലോകത്തിലെ ഏത് രാജ്യങ്ങളൊക്കെ കൂടെ ഇല്ലെങ്കിലും അവർ അക്രമമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. നെതന്യാഹുവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? എസ്കേൻ, ഇസ്രായേൽ ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് UN പൊതുസഭയുടെ വോട്ടിംഗ് വന്നപ്പോൾ തന്നെ 193 രാജ്യങ്ങളിൽ 153 രാജ്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഉടൻ വെടിനിർത്തണം. പക്ഷേ ഇസ്രായേലിൻ്റെ മറുപടി വന്നിരിക്കുന്നു, അന്താരാഷ്ട്ര പിന്തുണയില്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകും, യുദ്ധവുമായി മുന്നോട്ട് പോകും. ഇതൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഹമാസിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഇപ്പോൾ ഇതുവരെ കൊല്ലപ്പെട്ട 18,600 പേര് ഔദ്യോഗിക കണക്കാണ്. അതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. എസ്കേൻ, ഒരു പക്ഷേ അത് 13,000-ലെത്തിയിരിക്കുന്നു. 13,000-ന് മേലെയാണ് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും എണ്ണം. ഒരു യുദ്ധത്തിൽ ഇത്രയും സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുക എന്ന് പറയുന്നത് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം അവർക്കറിയാം ഈ കൊല്ലപ്പെടാൻ പോകുന്നതിന്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിൽ അറ്റാക്ക് ചെയ്യുന്നു, പലായനം ചെയ്യുന്നവരെ അവരാക്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് ഖാൻ യൂണിസിലാണ്, പ്രധാനമായിട്ട് തെക്കൻ ഗസയിൽ. അവിടെയുള്ള ഇന്നലെയും ഏതാണ്ട് 200-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വല്ലാത്ത രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പുറകോട്ട് പോകില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പ് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഗ്ലോബൽ സപ്പോർട്ട്, ആഗോളതലത്തിലുള്ള ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണ കുറയുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇതൊന്നും കേൾക്കില്ല എന്നുള്ള തരത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പാസ്സാക്കിയതും. ഒപ്പം തന്നെ അമേരിക്കയുടെ എതിർപ്പൊന്നും വകവയ്ക്കാതെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിന് ഇസ്രായേൽ പറയുന്നൊരു മറുപടി, ഇപ്പോൾ യുദ്ധം നിർത്തിയാൽ ഹമാസ് വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് ഒരു അണിചേർന്ന് വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുക. അതുകൊണ്ട് അത് താങ്ങാനാവില്ല. അതുകൊണ്ട് ഹമാസിനെ തകർക്കുന്നത് വരെ മുന്നോട്ട് പോകുമെന്നുള്ള വാദമാണ്. ഒപ്പം തന്നെ എസ്കേൻ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, കടൽ വെള്ളം അടിച്ചു കയറ്റാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒറ്റയടിക്കല്ല, അത് പല സമയത്തായിട്ട് അടിച്ച് എത്രയോ ചിലപ്പോൾ ആഴ്ചകൾ എടുക്കുമായിരിക്കും. എന്തായാലും അവിടെ ഹമാസിനെതിരെ ഗസയിൽ തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം അടിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എന്നാണ് വരുന്നത്. അത് വലിയ പരിസ്ഥിതി ദോഷമുണ്ടാക്കും. ഭൂഗർഭ ജലവുമായിട്ട് കലർന്ന് അവിടുത്തെ ആവാസ വ്യവസ്ഥ തന്നെ തകരും. ആൾക്കാർക്ക് കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയുണ്ടാവും, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. 23 ലക്ഷം പാലസ്തീനികളാണ് ഗസയിലുള്ളത്. അതിലേതാണ്ട് 10-14 ലക്ഷം പേര് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഓടി, അവിടെയും ആക്രമണം നടക്കുന്നു. ആ തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളാണ് വരുന്നത്. ഗസയിലേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല. ആകെ കടന്നുപോയി ചില ഡോക്ടർമാരാണ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. അതിലെ ഒരു ഡോക്ടറാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. എസ്കേൻ, എന്തായാലും ഇത് വല്ലാത്ത രീതിയിൽ ചർച്ചയിലേക്ക് പോവുകയാണ്.